രണ്ട് പഞ്ചായത്തുകളും 6 വാർഡുകളിലൂടെയും എം.സി. റോഡിലേക്ക് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ഈ റോഡിൻ്റെ ദുരവസ്ഥ നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇവിടെയുള്ളവർ നാളുകളായി പരാതിപ്പെടുന്നുണ്ട്. യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏകദേശം 2 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ഈ റോഡ് ഈ രീതിയിൽ ആയിട്ട്. ഈ വിഷയമാണ് ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നാട്ടുകാരുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. ഒരുപാട് കാര്യങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. ശരിയല്ലേ? എന്താ നമ്മുടെ ഈ റോഡ് എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഈ റോഡിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഈ ഉമ്മന്നൂർ പഞ്ചായത്തിൻ്റെ മധ്യത്തോട് പോകുന്ന ഒരു റോഡാണിത്. ഇത് 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പോകുന്ന റോഡാണ്. ഇതിൻ്റെ പണി 2 പഞ്ചായത്തുകളും 6 വാർഡുകളും ബന്ധിപ്പിച്ച് പോകുന്ന റോഡാണിത്. ഇതിൻ്റെ പണി അടുത്ത കാലത്ത് ഞങ്ങൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ട് അടുത്ത സമയത്ത് ഒരു കോൺട്രാക്ട് വന്ന് ഇതിൻ്റെ പണി തുടങ്ങി. ഇത് 2018 ഇതിൻ്റെ സർവേ കഴിഞ്ഞു. 2021 ഇതിൻ്റെ കോൺട്രാക്ട് ചെയ്തു. ഇപ്പോൾ 6 മാസം മുമ്പാട് ഒരു കോൺട്രാക്ടർ വൈക്കക്കാരൻ്റെ കോൺട്രാക്ടർ പണി തുടങ്ങി. അവർ വന്ന് കുറച്ച് സൈഡും കെട്ടി 3 കലങ്ങും പണിഞ്ഞ് ഇട്ടേച്ച് പോയി. ഇപ്പോൾ ഈ റോഡ് ഇതുവഴി സഞ്ചാരയോഗ്യമല്ല. ഒരു മനുഷ്യന് നടക്കാനും ഒക്കെയല്ലേ. കോൺട്രാക്ടറും തിരിഞ്ഞു നോക്കുന്നില്ല, അധികാരികളും തിരിഞ്ഞു നോക്കുന്നില്ല. നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ സഞ്ചാരയോഗ്യം ആക്കി തീർക്കണം. ഇത് ഞങ്ങൾക്ക് ഇതുവഴി നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കടലും കായലും പോലെ കിടക്കുകയാണ് ഈ റോഡ്. കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഞങ്ങൾ കോൺട്രാക്ടറെ ബന്ധപ്പെട്ട് നോക്കുക. കോൺട്രാക്ടർ ഇതിൻ്റെ റോഡ് അവൻ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് വെക്കുകയാണ്. ഹൈക്കോടതി കൊണ്ടുവന്ന് പരാതി കൊടുത്തു. എന്താ അതിൻ്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പറയുന്നത് ഇതിനകത്ത് ഷെഡ്യൂളിലില്ലാത്ത കാര്യങ്ങളാണ് അവരിപ്പോൾ എന്നോട് ചെയ്യാൻ പറഞ്ഞത്. എനിക്കത് ചെയ്തു തീർക്കാൻ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. 50 ലക്ഷം രൂപയോളം എനിക്ക് ഈ റോഡ് ചെയ്താൽ എനിക്ക് നഷ്ടം വരും. ആയതുകൊണ്ട് എന്നെ പറ്റത്തില്ല. ഗവൺമെൻറ് ഇത് അംഗീകരിക്കുന്നുമില്ല. PWക്കാരോട് പരാതി ഇത് അംഗീകരിക്കുന്നുമില്ല എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ എന്താ ഇതിന് ചെയ്യേണ്ടത്? ഞങ്ങളിങ്ങനെ നാട്ടുകാർ കൂടി ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു പരാതി, ഇങ്ങനൊരു കാര്യങ്ങൾ ഞങ്ങൾ ക്രമപ്പെടുത്തിയത്. ഒരു ആക്ഷൻ കൗൺസിൽ മന്ത്രിതലത്തിലും പിന്നെ PW തലത്തിലും ഇത് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഞങ്ങൾ സമരപരിപാടി അല്ല. ഞങ്ങൾ ആദ്യമായിട്ട് മന്ത്രിയോടും പിന്നെ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി തരിക. അതാണ് ഞങ്ങളുടെ ആവശ്യം. മഴക്കാലമായാൽ ഇതുവഴിയുള്ള യാത്ര വളരെ ദുരിതമാണ് അല്ലേ? വലിയ ബുദ്ധിമുട്ടിലാണ് ശരിക്കും എല്ലാവരും. എന്താ നമുക്ക് പറയാനുള്ളത്? ഈ റോഡിൻ്റെ അതായത് 18 വർഷം മുമ്പ് ബാലകൃഷ്ണപിള്ള ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിലേക്കൂടെ 15 ട്രിപ്പ് വണ്ടി ഓടിയതാണ്. ഇപ്പം ഏകദേശം 18 വർഷം കഴിഞ്ഞപ്പോൾ ഇതിലേക്കൂടെ ഓടുന്ന ഇപ്പം ഒരു ട്രിപ്പാണ്. അവരും കഴിഞ്ഞ ദിവസം കൂടെ വന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ഷെഡ്യൂൾ നിർത്താൻ പോവുകയാണെന്ന്. അപ്പം ഞങ്ങളെ ഈ 20 വർഷം കൊണ്ട് 40 വർഷത്തിൽ പുറകിലായിട്ട് അടിച്ചിരിക്കുകയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ്. യാതൊരു വിധമാകുന്ന വികസനവും ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇതുവരെയും വന്നിട്ടില്ല. അതിന് വേണ്ടിയതായ ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് വേണം. അത്രേ പറയാം. ശരിയാണോ? ഈ വാഹനങ്ങളൊക്കെ വണ്ടികൾ പിന്നെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ വണ്ടികൾ വരുന്നില്ല, ഓട്ടോ വിളിച്ചാൽ വരുന്നില്ല. ഈ 2 നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. പഞ്ചായത്ത് മാത്രമല്ല, പത്തനാപുരം മണ്ഡലത്തിൻ്റെയും പിന്നെ കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെയും അതിർത്തി ഭാഗത്തൂടെ കടന്നു പോകുന്ന റോഡാണ്. എന്നിട്ട് പോലും അത് ഇതേ രീതിയിലിട്ട് ഒരേ ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ ഒരു ബോർഡുകൾ കൊണ്ടുവന്ന് ജംഗ്ഷനിൽ വെക്കുവാണ്. MP-യുടെ ഫണ്ട്, MLA-യുടെ ഫണ്ട് വെച്ച് പിന്നെ ചെയ്യാനെ കൊണ്ട് പിന്നെ പദ്ധതി ഇത്ര ലക്ഷം എത്ര കോടി രൂപയെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ബോർഡ് വെക്കുന്നതല്ല, അതവിടെ ചെതെടുത്ത് പോകുന്നതല്ല. ഇത് പണി തുടങ്ങിയിട്ടില്ല ഇന്നുവരെ. തീർച്ചയായിട്ടും ഈ പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഞങ്ങൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. വിളിച്ചാൽ വണ്ടികൾ വരുന്നില്ല. അത്രയും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലുണ്ട്. ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വണ്ടി വിളിച്ചാൽ വന്നില്ലേ പിന്നെ അങ്ങനെ പോകാൻ പറ്റുന്നത്? എടുത്തുകൊണ്ട് പോകാനല്ലേ പറ്റൂ. ഒറ്റ ആട്ടോക്കാരെ വിളിച്ചാൽ വരത്തില്ല, കാറുകാർ വരത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ. ഈ റോഡ് ആദ്യം നല്ല രീതിയിൽ പണിതിട്ട് 10-18 വർഷം കൊണ്ട് പിന്നെ പണിയേയില്ല. അടുത്ത പ്രദേശത്തെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള റോഡാണിത്. ഇതിൻ്റെ സ്ഥിതി ഇപ്പം ഇങ്ങനെ ആർക്കും ഇതിനകത്തൊരു ഇതുമില്ല. ഉദ്യോഗസ്ഥന്മാർക്കും അത് തന്നെ, പിന്നെ ജനപ്രതിനിധികൾക്കും അത് തന്നെ, എല്ലാവർക്കും ആകെ തഴഞ്ഞിട്ടേക്കുന്ന പോലെ ഒരു സ്ഥിതി. വരുന്ന പിള്ളേർ വരെ വരാനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ അംഗനവാടി 2 ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് വരാൻ തന്നെ കൊച്ചുങ്ങളും മടിക്കുന്ന ഇവിടെ വരാൻ പറ്റത്തില്ല. പട്ടികളെ ശല്യം അതിനെ കഴിയും കൂടുതൽ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് മണ്ഡലമാണിത്. ധനകാര്യമന്ത്രിയുടെ മണ്ഡലമാണ്.
എന്നിട്ട് പോലും ഇതേ രീതിയിലാകുമ്പം കേരളത്തിൽ മൊത്തം എന്തായിരിക്കും ഉണ്ടാവുന്നത്? ബാലോജിയുടെ മണ്ഡലമായത് സുരേഷ് കുമാർ സാറിൻ്റെയും ഇവിടെ മണ്ഡലമാണ്. 2018 ഇതുപോലെ ടെൻഡർ ആവുകയും 2021 ടെൻഡർ 2,50,00,000 രൂപയ്ക്ക് അവിടെ എസ്റ്റിമേറ്റ് ഇടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കോൺട്രാക്ട് 2,20,00,000 രൂപയ്ക്ക് അത് ടെൻഡർ പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കുറച്ച് പണികൾ ചെയ്യുകയും ചെയ്തു. പണി എന്ന് പറഞ്ഞാൽ ഈ കലങ്ങൾ ചെയ്തേക്കുക, കലങ്ങൾ 4 കലങ്ങൾ മാത്രമേ ഇതുള്ളൂ. ഈ ഒരു ചെറിയ അല്പം സൈഡും കെട്ടി. അതിന് അദ്ദേഹം പറയാണ്ട് 32 ലക്ഷം രൂപ അദ്ദേഹത്തിനായിട്ടുണ്ട്. പക്ഷേ അത് 14 ലക്ഷം രൂപ മാത്രമേ അവർ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബാക്കിയുള്ള തുകയെന്ന് പറയപ്പെടുന്നത് വളരെ അവരനുവദിക്കുന്നില്ല. അതിന് കാരണം ചോദിക്കുമ്പോൾ ഇതിൻ്റെ ടാറിംഗ് എന്ന് പറയപ്പെടുന്ന അതിൻ്റെ ആദ്യത്തെ ഇതിനകത്ത് ടെൻഡറിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ രീതിയിൽ തന്നെയുള്ള ടാറിങ്ങാണ്. പക്ഷേ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് രീതിയിലുള്ള മിഷനറി ഉപയോഗിച്ചുള്ള ടാറിങ് മാത്രമേ നമ്മൾ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ BMC അവരതിന് പറയുന്നത് ഈ എമൗണ്ടിൽ നിങ്ങളിത് ചെയ്യുക, ഒരു 50 ലക്ഷം രൂപയല്ലേ നിങ്ങൾക്ക് നഷ്ടം വരത്തുള്ളൂ, അതുകൊണ്ട് ചെയ്യുക എന്നാണ് കോൺട്രാക്റ്റിനോട് ഈ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ഔദ്യോഗിക തലത്തിലുള്ളവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ 50 ലക്ഷം രൂപ നഷ്ടപ്പെടാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ആ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാം. പക്ഷേ അധികാരികളോ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ടവരാരും തന്നെ അതിന് യാതൊരു വിധമായ അനക്കവും കാണിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ റോഡ് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പണിഞ്ഞ് പൂർത്തിയാക്കി തരിക. അതിൻ്റെ എന്ത് തടസ്സങ്ങളാണെന്ന് വെച്ചാൽ അത് അധികാരികൾ ഇതിനെ ബന്ധപ്പെട്ട് അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് ഇത് എടുക്കി തരിക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ നമ്മൾ സമരമുറകളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. 1000-ൽ പരം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടേക്കുള്ള റോഡാണ് ഇത്രത്തോളം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ശരിയല്ലേ? എന്താ പറയുള്ളത്? ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കടന്നു പോകുന്ന സ്ത്രീകളും കുട്ടികളും ഒന്ന് നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം റോഡിൻ്റെ സ്ഥിതിയുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നവരെ എല്ലാവരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് അവർ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നടന്നാൻ പറ്റുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്യാസിൻ്റെ ഗോഡൗണുണ്ട്. അപ്പം വലിയ വാഹനങ്ങൾ വരെ കടന്നു പോകുന്ന ഒരു പാതയാണിത്. അപ്പോൾ ഇത് എത്രയും വേഗം അധികാരികൾ അവരുടെ എല്ലാ ഈഗോകളും മാറ്റിവെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഈ റോഡ് ഏറ്റവും പഴക്കം മുന്നൂർ പഞ്ചായത്തിലും കൊട്ടാരക്കര താലൂക്കിലും ഇതുപോലൊരു റോഡ് മറ്റെങ്ങും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര പഴക്കം ചെന്ന ഒരു റോഡാണ്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ റോഡുകൾ വരെ ഇന്ന് നല്ല രീതിയിൽ അവർ ടാർ ചെയ്ത് BMDC ഡെവലപ്പ് ചെയ്ത് അത് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടെന്ന് അറിയില്ല ഈ അധികാരികൾ ഇതിനെ അവഗണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങളിപ്പോൾ 1500-ലധികം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ റോഡിൻ്റെ ഇരുവശത്തുള്ള ആൾക്കാർ എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല ഇത് അവഗണിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഞങ്ങൾ തീരെ നിവൃത്തി കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനുള്ള ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. കാരണം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇത് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. MC റോഡിലേക്ക് കടന്നു പോകുന്ന ഒരു ശബരി പാതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു റോഡ് കടന്നു വരുന്നത്. ജനപ്രതി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിയല്ലേ? ഇതെന്താണ് ഈ നാട്ടുകാരുടെ ദുരിതം? ഭയങ്കരമാണല്ലോ. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 2.5 കോടി രൂപയ്ക്ക് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനം തുടക്കം കുറിച്ച ഏകദേശം 5 കിലോമീറ്ററുള്ള ഒരു റോഡായിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺട്രാക്ട് വർക്ക് എടുത്തതിന് ശേഷം കുറച്ച് കലങ്ങൾ നിർമ്മിച്ചു. നേരത്തെ നമുക്കറിയാം ഏകദേശം 5ഓളം സ്കൂളുകളാണ് ഈ പ്രദേശത്തുള്ളത്. രാവിലെ ഏകദേശം ഒരു 10 ട്രിപ്പായിട്ട് സ്കൂൾ ബസ് പോകും. 3 ട്രിപ്പ് KSRTC ബസ് സഞ്ചാരയോഗ്യം പോയിട്ടുള്ള ഒരു റോഡായിരുന്നു. പക്ഷേ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്ത സാഹചര്യമാണ്. 1500ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖല, പ്രത്യേകിച്ച് പട്ടിയാതി കോളനികളടക്കമുള്ള മേഖല. MC റോഡിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ റോഡ്. ഏകദേശം നല്ല രീതിയിൽ കിടന്നൊരു റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പൊളിച്ച റോഡ് ഇപ്പോൾ നിർമ്മാണം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കോൺട്രാക്ടർ പൂർണ്ണമായിട്ട് റോഡ് ഉപേക്ഷിച്ച് കോടതി പോയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. എന്തുതന്നെയായാലും ഞങ്ങളടക്കം പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ നിവാസികൾക്ക് വലിയ തോതിൽ വിഷമകരമായിട്ടുള്ളൊരു ഇതിലേക്കാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത്. അടിയന്തരമായിട്ട് മിനിസ്റ്റർ അടക്കം ഈ ഇതിൽ ബന്ധപ്പെട്ടുകൊണ്ട് റോഡിന് പുനഃസംഘടന എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണമെന്നുള്ളതാണ്. കാരണം 2.5 കോടിയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം DPC അംഗീകാരം മേടിച്ച് TSI അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ അടക്കം മേടിച്ചുകൊണ്ട് ടെൻഡർ ആയിട്ടുള്ള റോഡാണ്. കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടല്ല? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് നടക്കാൻ വരെയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോൾ തള്ളി വീഴുമ്പോൾ എന്നുള്ള ഒരു ഉറപ്പുമില്ല. വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, എല്ലാം നല്ല ഇത് കിടക്കുക. വണ്ടി വിളിച്ചാൽ പോലും വരത്തില്ല. എത്രയും പെട്ടെന്ന് മന്ത്രി ഇത് ഇടപെട്ട് ഞങ്ങൾക്ക് സാധിച്ചു തരണം.
ശരിക്കും ഈ പുറലോകത്തേക്ക് എത്താനൊക്കെ എങ്ങനെ വലിയ ബുദ്ധിമുട്ടാണോ? അന്ന് വലിയ ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ വിടാനൊക്കെ വലിയ പാടാ. ബസ് വരാനും ഓട്ടോ വിളിച്ചാൽ പോലും വരത്തില്ല. അമ്മയൊക്കെ ആണെങ്കിൽ പ്രായമായതാ. അമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും വണ്ടി വിളിച്ചാൽ വരാൻ പാടാ. ഓട്ടോ ഒക്കെ വിളിച്ച് ഏത് സമയവും എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാനിരിക്കും. ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരണം. കുഞ്ഞുങ്ങളൊക്കെ ഈ കുഴിയിലൊക്കെ എപ്പോഴും വീഴും. അറിയാത്ത ഒരു ബൈക്കുകാർ വന്നാൽ ഈ കുഴി വീണിട്ടേ പോകത്തുള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉള്ളവർ പേണി പോകും. അറിയാത്തവരെല്ലാം അങ്ങനെ വീണൊക്കെ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കി തരണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ ഇപ്പോൾ അതിന് സ്കൂൾ ബസ്സുകാരൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. എന്നും അവർക്ക് പണിയാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ റോഡ് ശരിയാക്കി തരണം. ആണാണ് വലിയ ദുരിതം. വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെ നശിച്ചു കിടക്കുക. എൻ്റെ മോള് കൊട്ടാരക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഇനി ഇങ്ങോട്ട് വരില്ല, അവരെ കൊണ്ടുപോകില്ലെന്നാണ് പറയുന്നത്. കാരണം അവരുടെ ബസ് അവിടെ നിന്ന് വരുന്ന ബസ്സല്ലേ, ഇവിടെ കടന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒറ്റ ഓട്ടോ വിളിച്ചാലും അവരുടെ കുറ്റമല്ല, അവരുടെ വണ്ടി ഇതിലേക്കൂടെ വന്നാൽ പിറ്റേന്ന് അതിന് പണിയാണ്. വരത്തില്ല. നമ്മൾ 2 വീലറിൽ പാനൊക്കത്തില്ല. ഒരു വൈകുന്നേരമൊക്കെ ആയാലും കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കാനൊന്നും നമുക്ക് ബസ്സിൽ അല്ല 2 വീലറും കൊണ്ട് പാനൊക്കത്തില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് പോയാൽ അതിൽ വീഴും ഉറപ്പാണ്. കാരണം ഇങ്ങനെ മഴ പെയ്ത് വെള്ളവും കൂടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് തെന്നി വീഴാനും കുഴി അറിയത്തില്ല. അതിൻ്റെ കൂടെ പട്ടിശല്യം. കുഞ്ഞുങ്ങൾക്ക് നടന്നു പോകാൻ പോലും ഒക്കത്തില്ല. ഈ വെള്ളക്കെട്ടും പട്ടിശല്യവും കാരണം ഈ റോഡിൽ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്ത് പ്രശ്നമായാലും എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി നടത്തി ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. വിളക്കുകൾ ചിലത് കത്തും, ചിലത് കത്തത്തില്ല. അവിടെ എവിടെയൊക്കെ കത്തും. എത്രയും പെട്ടെന്ന് തന്നെ അല്ലേ, എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമായ ഒരു വഴിയാണ് ഇവരുടെ വലിയൊരു ആവശ്യം. വർഷങ്ങളായിട്ടുള്ള വലിയൊരു ആവശ്യമാണ്. ഏകദേശം ഒരു 10-20 വർഷത്തിന് മേലായി ഇവരുടെ ആവശ്യം അല്ലേ അമ്മേ? എത്ര നാളുകൊണ്ട് ഈ ഒരു വഴി ഇങ്ങനെ എത്ര നാളുകൊണ്ട് ഈ ദുരിതത്തിൽ കിടക്കുക. കാരണം ഒന്ന് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കാണെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത്. എപ്പോഴാണ് ഒരു വണ്ടി വരണ്ടേന്ന് വിളിക്കണ്ടേന്ന് ആരും വിളിച്ചാൽ വരത്തില്ല. കാരണം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവരുടെ വണ്ടി അവർ നോക്കത്തില്ലയോ, നമ്മളെ മാത്രം നോക്കിയാൽ പോരല്ലേ. അത് കാരണത്താൽ ഒരു വണ്ടി വരത്തില്ല, ആരും വിളിച്ചാലും വരത്തില്ല. ഞങ്ങൾ ആകെ ദുരിതത്തിലാണ്. എങ്ങനെങ്കിലും ഈ റോഡൊന്ന് സഞ്ചാരയോഗ്യമാക്കി തരണം, അത്രയേ ഉള്ളൂ. ബന്ധുക്കളെല്ലാവരും വരാൻ മടിക്കും. ഒരു ബന്ധുക്കളും വരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവിൽ അവിടെ എല്ലാം റോഡിൽ ഒന്ന് തള്ളി വീണ് കാലൊക്കെ മുറിഞ്ഞ് ഇതൊക്കെ ഇരിക്കുക. ഇപ്പം റോഡിൽ ഒന്ന് മുറിഞ്ഞ് ഇരിക്കുക. ഇപ്പോൾ വണ്ടി ഒന്നുമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല. പിന്നെ ഓട്ടോ വിളിച്ചാൽ വല്ല വിധത്തിലും ഒന്ന് കൊണ്ടുപോകാനല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കുടുംബത്തിലോ ആരും വരത്തില്ല. വരാം, അവരുടെ വണ്ടിയും കൂടെ നോക്കണ്ടേ അവർ. കല്യാണമൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരാനൊക്കെ വലിയ പാടല്ലേ. യാത്രയൊക്കെ വരാൻ ഭയങ്കര പ്രയാസമല്ല. ദൂരെയുള്ളവരൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. എത്രയും പെട്ടെന്ന് എപ്പോഴും നല്ല അപകടമാണ് ഇവിടൊക്കെ. ആരും അങ്ങനെ വരത്തില്ല. ഓട്ടോ വിളിച്ചാൽ വരികയല്ല. സ്കൂട്ടറൊക്കെ ഭയങ്കര ഇവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്ന കണ്ടാൽ ഞങ്ങൾക്ക് തന്നെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് തന്നെ പേടിയാണ്. ഈ അറിയാത്തവരൊക്കെ കൂടുതലും വന്ന് കുഴിക്കത്തി വന്ന് വീഴുന്നത് അതിനറിയത്തില്ല. അങ്ങനെ ഒത്തിരി പേര് 2 പേര് വീഴുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ത്രീയൊക്കെ രാത്രികാലം നല്ല സാറേ. പകലായാലും കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതിലെ പോകാനൊന്നും ഭയങ്കര പാടാണ്. അംഗൻവാടിയുണ്ട്, സ്കൂളുണ്ട്. സ്കൂൾ വണ്ടി വന്നാൽ അവരിവിടെ നിർത്തി വളരെ വിഷമിച്ച എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് പോകുന്നത്. പ്രായം ചെന്നവർ, ഞങ്ങളൊക്കെ കാലിടിഞ്ഞതും പ്രായം ചെന്നവരൊക്കെയാണ്. ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോ വിളിക്കണമെങ്കിൽ അങ്ങ് ജംഗ്ഷനിൽ പോയി വേണം ഓട്ടോ വിളിച്ച് അവിടെ ഇറക്കണം. ഒരൊറ്റ വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. മലയാളിയിൽ നിന്ന് കേൾക്കുമ്പോഴേ അവർക്ക് പേടിയാണ്. അത്രത്തോളമുള്ള ദുർഘടമായ റോഡായിരുന്നു. നമ്മുടെ വണ്ടി ആയാലും കംപ്ലൈൻ്റ് ആകുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമുക്ക് വണ്ടിയൊന്നും ഇല്ല, ഉള്ളവരുടെ വണ്ടിയൊക്കെ. നമ്മളിങ്ങനെ ഇറങ്ങി പലപ്പോഴും നമുക്ക് ഈ കാല് കഴിഞ്ഞ് ഓടിഞ്ഞുകൊണ്ട് ഇതിലൊക്കെ പോകണമെങ്കിൽ വലിയ പാടം. വല്ലവരുടെ മുറ്റത്തോടൊക്കെ നമ്മളൊന്ന് പോയി ഇങ്ങോട്ട് മാറുന്നത് വലിയ വിഷമം. അതുകൊണ്ട് ഈ റോഡ് നമുക്കൊന്ന് എത്രയും വേഗം ഒന്ന് സഞ്ചാരയോഗ്യമൊക്കെ തരണം സാറേ. ഇതെങ്ങനെയെങ്കിലും ഇത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. നമുക്കിനി കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. മുന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ്. ചോദിച്ചറിയാം, പ്രസിഡന്റ്, വലിയൊരു ആവശ്യമാണ് നാട്ടുകാരുടെയൊക്കെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളത്. എങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിയും? ഐഷാപ്പൊറ്റി MLA സാർ ഇരുന്നപ്പം ഫണ്ട് അനുവദിച്ചൊരു റോഡാണ് ഇത്. വാളകം നെല്ലിക്കുന്നം റോഡ്, വാളകം ചെപ്പറ റോഡ്, ഇതെല്ലാം ഒരുമിച്ച് എസ്റ്റിമേറ്റ് എടുത്ത ഒരു റോഡാണ്. എസ്റ്റിമേറ്റ് എടുത്ത് പോയതാണ്. അതിൻ്റെ കൂടെ ഇത് ടെൻഡർ ഇടാൻ ഒരാൾ മാത്രമേ എങ്ങാണ്ട് എടുത്തുള്ളൂ. പിന്നെ 2021 ഇത് ടെൻഡർ ആവുകയും അതിൻ്റെ എഗ്രിമെൻറ്റ് പൂർത്തിയാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കോൺട്രാക്ടർ പിന്നെ പണികളൊന്നും ചെയ്യാതെ ഇത് അളന്ന് തിട്ടപ്പെടുത്തി പോയി സൈഡൊക്കെ കുറച്ച് മാന്തിയിട്ട് പിന്നെ അവരങ്ങ് പോവും. പിന്നെ 2024 വന്ന് പണി തുടങ്ങിയത്. പണി തുടങ്ങിയെന്ന് വെച്ചാൽ സൈഡ് കെട്ടുകൾ പിന്നെ 3 കലങ്ങ് നിർമ്മിച്ചു. 3 കലങ്ങ് നിർമ്മിച്ച് കഴിഞ്ഞ് ഇവർ പിന്നെ അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് പിന്നെ അവർ പണി തുടങ്ങാനിരുന്നപ്പോൾ എന്തോ കേസിൽ പെട്ടെന്നാണ് PWDയിലെ AEയും
മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരിട്ട് മന്ത്രിയുടെ ഓഫീസിൽ പോയി പറഞ്ഞതാണ്, ഈ റോഡ് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ തന്നെ ഇതിന് പ്രതിഷേധത്തിന് ഇറങ്ങും. പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു അവർ. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ല ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ജനകീയ പ്രക്ഷോഭം എന്ന രീതിയിലൊരു സംഘടിപ്പിച്ചു, മീറ്റിംഗ് സംഘടിപ്പിച്ചു. എല്ലാ ആൾക്കാരും, അതായത് ഈ റോഡിൻ്റെ ഗുണഭോക്താക്കൾ, അതായത് 18-ാം വാർഡ്, 3-ാം വാർഡ്, 4-ാം വാർഡ്, 5-ാം വാർഡ്, 6-ാം വാർഡ്, ഇത്രയും വാർഡുകളിലൂടെ കടന്നു പോകുന്നത് മാത്രമല്ല, നെല്ലിക്കുന്നത്തുനിന്ന് പെട്ടെന്ന് വാളകത്തെത്താനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണിത്. നേരത്തെ ഇതിലെ വാളകം കൊട്ടാരക്കരയിൽ നിന്ന് വാളകം വഴി ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 8 മണിക്ക് കുഞ്ഞുങ്ങൾക്ക് പോകാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ മാത്രമേ കാണത്തുള്ളൂ മിക്കവാറും അതിനകത്ത്. നമുക്ക് കൊട്ടാരക്കരയും മറ്റും പഠിക്കുന്ന കുട്ടികൾ 8 മണിക്ക് ഇതിലേ ഉള്ളൊരു ബസ്സുണ്ട്. ഉച്ചയ്ക്ക് 12:30 ബസ്സുണ്ട്. 4 മണിക്ക് കൊട്ടാരക്കരയിൽ നിന്നൊരു ബസ്സുണ്ട്. ഇത് വഴി കടന്നു പോകുന്നത്. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ഞാൻ മന്ത്രിയോട് പ്രത്യേകം പറഞ്ഞ്, ഇപ്പോൾ ഈ അവസ്ഥയിലുള്ള റോഡിൽ കൂടെ ഈ വണ്ടികൾ പോലും ഇനി പോകാൻ അവർ മടിക്കും. കുഞ്ഞുങ്ങൾ ഇത്രയും, അതായത് മലവളയിൽ നിന്നും പനയറയിൽ നിന്നുമുള്ള കുഞ്ഞുങ്ങളാണ് പോകുന്നത്. അല്ലെങ്കിൽ പനയറയുള്ള പിള്ളേർക്കും മലവളയുള്ള പിള്ളേർക്കും വടകോട് കയറിയാണ്, ഈ വയലെല്ലാം താണ്ടി വടകോട് കയറിയാണ് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകേണ്ടത്. ഈ വണ്ടികൾ മുടക്കിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തം കൂടെ പോകും. അതായത് 2 വീലർ കാൽനട യാത്രക്കാർക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കലങ്ങ് നിർമ്മിച്ചതിൻ്റെ അപ്പുറം ഇപ്പുറം മണ്ണിട്ട് നികത്തിയിരുന്നത്. ഈ മഴ പെയ്തപ്പോൾ ആ മണ്ണ് നികന്നു പോയി വലിയൊരു കുഴിയായി. കോൺക്രീറ്റ് മൊത്തം, നമ്മുടെ സ്ലാബിട്ടത് മൊത്തം മുകളിൽ ഇരിക്കുന്നത് കാരണം 2 വീലർക്കാർക്ക് പോകുമ്പോൾ കയറി ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. പകരം അവിടെ മൊത്തം വെള്ളമായി കിടക്കുന്നതുകൊണ്ട് എത്രത്തോളം കുഴിയുണ്ടെന്ന് പോലും ഈ 2 വീലർ പോകുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ വീഴുന്ന രീതിയിലാണ് വർക്കുകൾ ചെയ്തത്. എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കണമെന്നാണ് ഈ നാട്ടുകാരെന്ന നിലയിലും നാട്ടുകാരി എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിച്ച് തന്നെ അവർ പ്രതിഷേധിക്കുന്നൊക്കെയുള്ള വലിയ അങ്ങനെ വേണം, അതാണ് വേണ്ടത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടല്ലല്ലോ, സർക്കാരിൻ്റെ ഈ ശബരിമല പാക്കേജിൽ ഉൾപ്പെട്ട ഒരു ഫണ്ടാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാർ വേണം അതിനൊരു മുൻകൈ എടുത്ത്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും മുൻകൈ എടുത്ത് ഇത് ചെയ്ത് തരേണ്ടത്. ഞങ്ങളിനി ഇത് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വോട്ട് ബഹിഷ്കരണം വരെ ആലോചിച്ചുകൊണ്ടിരിക്കും. സംയുക്ത സമരം ആലോചിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത സമയത്തിന് ശരിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോട്ട് ബഹിഷ്കരണം വരെ നടന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് ഞങ്ങൾ ജനപ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. അവർ ഒരു പ്രാവശ്യം പോലും ഇതുവഴി വന്ന് നോക്കണം. ഇലക്ഷൻ മാത്രമാണ് അവരിവിടെ വരുന്നത്. 5 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇതുവഴി വരുന്നത്. ഈ റോഡ് നോക്കാൻ അവർ വരുന്നില്ല. അവർ എന്തുകൊണ്ട് വരുന്നില്ല, കാരണം അറിയണം. ഞങ്ങൾ നാട്ടുകാരിഞ്ഞ് ഒരു 5 വർഷം കൂടെ വോട്ട് മാത്രം കൊടുത്താൽ മതിയോ? ഇനിയിപ്പോൾ എന്തോ ഇലക്ഷൻ വരുമ്പോൾ അവർ ACB കൊണ്ടുവന്ന് 2 മാന്തും പിന്നെ വോട്ടിന് വേണ്ടിയാണ്. പിന്നെ ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് ശരിയാകാം. ഇപ്പോൾ ഇലക്ഷൻ കഴിയാതെ ശരിയാകത്തില്ല. ഇതാ അവസ്ഥ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ വോട്ടിന് വേണ്ടി ഇപ്പോൾ എന്തുപോലെ ACB ഇറക്കി അവർ പരിപാടി നടത്തും, സൈഡൊന്നും മാന്തും. അതെപ്പോഴും ഈ കഴിഞ്ഞ ഇലക്ഷൻ ഇത് തന്നെ സംഭവിച്ചത്. കണ്ടു പഠിത്തു. ആരോടെ ചോദിക്കുന്നത്? മന്ത്രി ഉണ്ടോ എന്ന് സംശയം. ഈ ഇലക്ഷന് കൃത്യമായിട്ട് MLA വരും, വോട്ട് വേണമല്ലോ. അതാണ് ഇവിടെ നടക്കുന്നത്. രാഷ്ട്രീയ കളി അതിനകത്ത് നടക്കുന്നത് മൊത്തം. MLA മന്ത്രിയുടെയും കൂടെ മണ്ഡലമാണിത്. ബാലഗോപാൽ സാറിൻ്റെ മണ്ഡലമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മണ്ഡലത്തിൽ ഈ സ്ഥിതിയാണെങ്കിൽ മറ്റ് മണ്ഡലങ്ങളുടെ അവസ്ഥ എന്തുമായിരിക്കും? അദ്ദേഹം എനിക്ക് തോന്നുന്നു വോട്ടിൻ്റെ സമയത്ത് മാത്രം ഈ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും ഇവിടെ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രമേ വരുന്നത്. അതിനുശേഷം ഇവിടെ ആരെയും ഇവിടെ ഈ വഴിക്കേ കാണാറില്ല. 45-50 വർഷത്തെ പഴക്കമുള്ള ഒരു റോഡാണ് ഇത്. ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് ചെയ്ത് പോകുന്നതല്ല. ഇത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ടെൻഡർ വിളിച്ച് ഇവിടെ വന്ന് 3 കലങ്ങ് കെട്ടി അപ്പുറം ഇപ്പുറമായിട്ട് വെച്ച് കഴിഞ്ഞാൽ കോളമുണ്ടാക്കിയിട്ട് അതിനകത്ത് വെറും കോൺക്രീറ്റ് വാരി ഇട്ടിട്ട് സെൻട്രൽ മാത്രമേ 8 mm കമ്പി ഇട്ടിട്ടുള്ളൂ. സൈഡിൽ കമ്പി ഇട്ടിട്ടില്ല. ഒരു തുണ്ട് കമ്പി പോലും സൈഡിൽ ഇട്ടിട്ടില്ല, സൈഡ് വല്ല ഇട്ടിട്ടില്ല. പിന്നെ ഈ സെൻറ്റർ മാത്രം 8 mm കമ്പി മാത്രം ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിരിക്കുക. ഏത് സമയത്തും ഇത് പൊളിഞ്ഞു വീഴാം. മാനേവിൻ്റെ തീരുമാനം ഇതിനുള്ള വണ്ടി വേണ്ട, അവർക്ക് നഷ്ടമാണ് മെയിൻ്റനൻസ് വണ്ടി. നാട്ടുകാർ ആവശ്യപ്രകാരം പോവുകയാണ്. നമ്മൾ ഇതിലെ തിരിച്ചു വരേണ്ടതാണ്. നമ്മൾ ഇതിലെ കൂടെ പിന്നെ അമ്പലക്കരൊക്കെ ഇറങ്ങി ആലക്കുട കൊട്ടാരക്കര പോവാ. ഡെയിലി 2 ട്രിപ്പ്. അപ്പോൾ സ്കൂളിലെ വാഹനമാണിത്. ഡെയിലി 2 ട്രിപ്പാണ് ഇതുവഴി പോകുന്നത്. പക്ഷേ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. തകർന്ന് തരിപ്പണമായിട്ടാണ് റോഡ് കിടക്കുന്നത്. നിരവധി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. പൈങ്ങയിൽ ജംഗ്ഷനാണല്ലേ?
മലവിള എന്ന് പറഞ്ഞ ഇഞ്ചുവിള എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ പൈങ്ങയിൽ റോഡാണ്. ഈ റോഡിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഒട്ടും ബൈക്കിൽ സ്കൂട്ടറിൽ പോകാൻ പറ്റില്ല, വീഴുക. ഒന്നുകിൽ വീഴും, അല്ലെങ്കിൽ അപ്പുറത്തോട്ടും മറിയുക. ഉമ്മന്നൂർ പഞ്ചായത്തിൽ ഉള്ളത് ഏറ്റവും വലിയ റോഡും ഇപ്പോൾ ശരിയാക്കാതെ ഇരിക്കുന്ന ഒരേ റോഡ് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ റോഡുകളും ഇതിലും ചെറിയ റോഡുകൾ നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. ഇത് അധികാരികളുടെ സൗന്ദര്യപ്പണക്കാണോ ഒരു പിടിയും കിട്ടുന്നില്ല. ഈ റോഡ് മാത്രമല്ല ശരിയായത്. ഇതും അങ്ങോട്ടുള്ള ഈ 2 റോഡേ ഉള്ളൂ ഉമ്മന്നൂർ പഞ്ചായത്തിൽ റെഡിയാക്കാനുള്ളത്. ബാക്കി എല്ലാ റോഡുകളും നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. ഇത് അധികാരികൾ പിണം കിട്ടിയേക്ക് വന്ന സംശയം. എപ്പോഴും അപകടമുണ്ട്, വീഴുക. ആൾക്കാർ പോകുന്നവരെല്ലാം വീഴുക. രാത്രി വരാൻ പറ്റത്തില്ല, മഴ പെയ്താൽ വരാൻ പറ്റത്തില്ല, എന്നൊരവസ്ഥയാണ്. ഡെയിലി 2-3 പ്രാവശ്യം ഇതിൽ കൂടെ പോകുന്നതാണ്. ഓട്ടോറിക്ഷ ഒരിക്കലും വരത്തില്ല. വരുവർക്ക് ഇരട്ടി പൈസ വേണം, ഞങ്ങൾക്ക് പണിയാ, വന്നാൽ പൈസ വേണമെന്നൊക്കെ പറയുന്നത്. ആ രീതിയിലാണ് ഈ റോഡിൻ്റെ കാര്യം. വളരെ ശോചനീയാവസ്ഥയിലാണ് ഇപ്പം കുറച്ച് നാളുകൊണ്ട് നടക്കുന്നത്. ഈ നല്ല അടിപൊളി ഒരു കലങ്ങാണ് നേരത്തെ ഇവിടെ നിർമ്മിച്ചിരുന്നത് നേരത്തെ. പക്ഷേ പിന്നെ രണ്ടാമത് അവർ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ കൊള്ളാത്ത രീതിയിൽ സിമെൻറ്റും കമ്പി പോലും വളരെ ശോചനീയാവസ്ഥയിൽ അവർ ഉപയോഗിച്ചിട്ടില്ല. ചില ഭാഗത്ത് ഈ 2 സൈഡിലും ഒരു കമ്പി ഉപയോഗിച്ചിട്ടേ ഇല്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കമ്പി ഇടണമെന്ന് പറഞ്ഞാൽ കമ്പി ഇടേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അവർ ബലം ബലമായിട്ടുണ്ട്, അതുകൊണ്ട് കമ്പി ഇടത്തില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ ഒരു ബൈക്കോ ഒരു കാറോ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം പോകുന്ന പോലെയാണ് പോണത്. അപ്പം ഞാനൊരു ബൈക്ക് ഇവിടെ തള്ളി വീണതാണ് അവിടെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാൽനട പോലും നടക്കാൻ ഒക്കാത്ത രീതിയിലാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പോൾ. 1 കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് കുഴച്ചിട്ട് ബക്കറ്റിനകത്ത് കുറേശ്ശെ കൊണ്ടുവന്ന ഈ കലങ്ങ് പണിഞ്ഞത്. അതും കമ്പി ഇടാതെ നല്ല ബലവത്തായ കലങ്ങ് അവർ പൊളിച്ചിട്ട് ഈ നാശാവിശേഷമാക്കി ഇട്ടിട്ട് അവർ പോയേക്കുന്നത്. അതും കോൺക്രീറ്റ് ചെയ്ത മൊത്തവും ഈ 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കുഴച്ചിട്ട് ഈ 3 കലങ്ങയിലും കൂടെ കുറേശ്ശെ ബക്കറ്റിനകത്ത് കൊണ്ടിടുവാൻ. ഏകദേശം ബക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേന് സിമെൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ല മണൽ മാത്രമേ ഉള്ളൂ, മെറ്റിലും മണൽ മാത്രമേ ഉള്ളൂ, സിമെൻറ്റ് അതിനകത്തില്ല. ഒന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു. JCBക്കാർ മാത്രമേ ഉള്ളൂ, പിന്നെ 2-3 ബംഗാളികളുണ്ട്. പിന്നെ ആരോട് ചോദിക്കാനാ? ആ രീതിയിൽ ഒരു വൃത്തികെട്ട പണിയാണ് ഈ 3 കലങ്ങ് ചെയ്തത്. പിന്നെ അത് കൂടാതെ ഈ കലങ്ങ് പൊളിച്ച് കല്ലുകൾ മൊത്തവും ഇവിടെ 1-2 സൈഡ് കെട്ടി. ഈ കല്ല് മൊത്തം കൊണ്ടുചെന്ന് ആ സൈഡങ്ങ് കെട്ടി. എന്നിട്ട് 1 ലോഡ് പുതിയ കല്ലിറക്കി അത് പുറത്ത് കാണിക്കത്തക്കോലുള്ള ഒരു കെട്ടും കെട്ടി. ഇവിടുന്ന് പൊളിച്ച കല്ല് കൊണ്ടുവന്ന് ഉള്ളിലാക്കിയത്. ആ രീതിയിലുള്ള ഒരു മര്യാദഘട്ട പണിയാണ് ഇവിടെ ഈ 3 കലങ്ങ് ചെയ്ത്. ഈ 3 കലങ്ങ് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതി ഇവിടെ പോകാമായിരുന്നു. ഈ കലങ്ങൂടെ വന്ന് ഈ നാശം ഈ കുഴി മൊത്തം ആക്കിയിട്ട് ഇപ്പോൾ എത്ര പേരാ ദിവസം ഇവിടെ നിന്ന് വീഴുന്നതെന്നറിയാമോ? അത്രയ്ക്ക് പ്രശ്നത്തിൽ കിടക്കുക. കൂടാതെ മഴയും കൂടെ പെയ്ത് ആ രീതിയിലാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങളെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരണം. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. 3 ദിവസം കൊണ്ട് ഒരു ഓട്ടോ വിളിക്കുന്നു, കാലിൻ്റെ മുട്ടുനിന്ന് വയ്യ, റേഷൻ കടയിൽ പോവാം. എന്നിട്ട് പോലും ഒരു രീതിയിലെ ഒരു ഓട്ടോക്കാരൻ വന്ന് ഞങ്ങൾക്ക് ഇതിലേക്ക് പോകാൻ പറ്റത്തില്ല. റേഷൻ കടയിൽ പോയി ഒരു ലരി മേടിച്ചെങ്കിൽ പച്ചരി കഞ്ഞി കുടിക്കാൻ പറ്റും. അതുകൊണ്ട് അതുപോലും മേടിക്കാൻ ഈ ഓട്ടോ വിളിച്ചിട്ട് പറയാം ഈ വണ്ടി പണിഞ്ഞിറങ്ങിയതേ ഉള്ള മാമ, ഇനി വണ്ടി ഇപ്പോൾ വരുന്നില്ലെന്ന്. പിന്നെ ഞാൻ ഇപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടാണ് വണ്ടി വന്നത്. ഇപ്പോൾ കാലിൻ്റെ മുട്ട് 2 പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ വണ്ടി ഇല്ലാതെ എങ്ങനെയാണ് പോകുന്നത്? അതുകൊണ്ട് അത്ര വിഷമത്തിലാണ് ഞാനിപ്പോൾ ഈ റേഷൻ കടയിൽ പോകുന്നത്. വണ്ടി ഒറ്റ വണ്ടികൾ വിളിച്ചാൽ വരികയില്ല. നിങ്ങളുടെ 30 രൂപയ്ക്ക് വേണ്ടി ഞങ്ങളുടെ 500 ചിലവാക്കണോ? നിങ്ങളുടെ 30 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ 500 ചിലവാക്കിയാൽ വേണം 2 ദിവസം മെനക്കെടിയാൻ വേണം. അതിന്റെ കൂലി ആര് തരും? വരുന്നത് ഇതാ വണ്ടി വരാത്ത. അവർ പറയുന്നത് ഞങ്ങൾ 50 രൂപയ്ക്ക് റേഷൻ കടയിൽ പോയിട്ട് വന്നാലേ എനിക്ക് 150 രൂപ ചിലവാതി. ആ 150 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓട്ടോ വിളിച്ച് വരാനൊക്കത്തില്ല. നിങ്ങൾ നടന്നു പോയി. ഇത് നടന്നെങ്ങനെ ഇതിലെ കൂടെ 2 പേരും മേടിച്ചുകൊണ്ട് പോകാനൊക്കുമ്പോൾ പറ്റും? ആ ഒരു ധനാവസ്ഥയാണ് ഞങ്ങൾക്ക് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളമെങ്കിലും കുടിക്കണമെങ്കിലും എടുക്കണമെങ്കിലും ആസ്പത്രിയിൽ പോകണമെങ്കിലും ഒരു തരത്തിലും പോകാനൊക്കാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പം ഞങ്ങൾ 3 മാസം കൊണ്ട് ഒട്ടും നടക്കാനൊക്കാതെ ഈ കലങ്ങ് പടിഞ്ഞപ്പോൾ പോലെ റോഡ് നന്നാക്കി തരണം. തന്നേ പറ്റൂ. ഒരു വണ്ടിയും വരികയില്ല, ഒറ്റ വണ്ടിയും വിളിച്ചാൽ വരികയില്ല. നെല്ലിക്കുത്ത് വിളിച്ചാൽ പറയും നിങ്ങൾ ആ മലവിളക്കാണെങ്കിൽ വേറെ വണ്ടി വിളിച്ചു പോയി. അടുത്ത വെള്ളം വിളിക്കുമ്പോൾ പറയും അയ്യോ മലവിളയാണോ, നമ്മൾ കയറുമ്പോൾ മലവിളയാണെന്ന് പറയത്തില്ല. അടുമുക്ക് കഴിയുമ്പോൾ പറയും മലവിളയാന്ന് പറയും വേണ്ട ഇവിടെ നിൽക്കാൻ. ആ ദേവനാസിലാണ് ഇപ്പം ഞങ്ങൾ കഴിയുന്ന ഈ 10,000 വീട്ടുകാർ ഞങ്ങൾ ഇങ്ങനെ സൈഡുകളിലുള്ളൊരു. ഇവിടെ ഭയങ്കര ദുരിതം, വെള്ളക്കെട്ടാണ്, ഭയങ്കര വെള്ളക്കെട്ട്. ഇത് ഞങ്ങളൊക്കെ കൂടെ ചേർന്നാണ് ഇത് ഇത്രയൊക്കെ ഒഴിച്ച് വിട്ടിട്ട് ഇത്രയും പേര് വാക്കിയിട്ടേക്കുന്നത്. ഇതിൽ ഒരു വണ്ടി നടന്നു പോകാൻ പോലും ഒക്കാത്ത രീതിയിലാണ് ഇവിടെ വെള്ളം ആയിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഓരോ മഴ വരുമ്പോഴും
ഇവിടെ മാന്തിയെടുത്ത് ഇവിടുത്തെ മണ്ണ് നീക്കിയിട്ടുമൊക്കെയാണ് ഈ കട്ടർ ഇങ്ങനെ ഇത്രയാക്കി ഒഴിച്ചിട്ടേക്കുന്നത്. ഈ ചാലൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? ചാലില്ലാത്തതുകൊണ്ടൊക്കെ ഈ ഇതില്ലാത്തതുകൊണ്ട് ഓടയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഊറ്റ് മഴക്കാലത്ത് ഇതിൽ ഈ റോഡിൻ്റെ നടുക്കൂടെ ഊറ്റ് ഇങ്ങനെ വരുന്നത്. ഈ ഭാഗത്തെല്ലാം ഞങ്ങളുടെ മുറ്റത്തൂടെ എല്ലാം ഇഷ്ടം പോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഊറ്റ് വരുന്ന ഒരു ഏരിയ ഇത്. അങ്ങനെ ചാല് പോലെ വന്നിട്ട് ഇവിടെ വെള്ളം കെട്ടാവുക. ഈ റോഡ് മൊത്തം തകർന്ന് കിടക്കും. റോഡ് മൊത്തം ഇവിടെ മാത്രമല്ല, മൊത്തം ഈ റോഡ് പൊതുവേ മൊത്തത്തിൽ തകർന്ന് കിടക്കുക. യാത്ര ബുദ്ധിമുട്ട്, നടന്നു പോകാനൊക്കത്തില്ല. അങ്ങനെയുള്ള ദുരിതമാണ്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കാണണം. 35 ലക്ഷം രൂപയുടെ വർക്ക് നടത്തി. പക്ഷേ 14 ലക്ഷം രൂപയ്ക്ക് മാത്രമേ അദ്ദേഹത്തിന് ബില്ല് മാറിക്കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിന് എതിരായിട്ട് അദ്ദേഹം കോടതിയിൽ പോയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ അതിനകത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ വിധി ഇന്ന് വരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ നാട്ടുകാരെ പൊടിയിടാനുള്ളൊരു തന്ത്രം മാത്രമേ. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ നമ്മളോടൊപ്പം നിർത്തുന്നതിന് വേണ്ടി, നാട്ടുകാർക്ക് കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണ് മെനഞ്ഞിരിക്കുന്നത്. കോൺട്രാക്ടറുടെ വായിൽ നിന്ന് ഒരു കാര്യം കൂടെ വീണു. ഇവിടെ പ്രാദേശിക ചില നേതാക്കന്മാരുടെ ഇടപെടലും തിരുവനന്തപുരത്തുള്ള ഇതിൻ്റെ ഉന്നത ഒരു എഞ്ചിനീയറും കൂടെ ചേർന്നിട്ടാണ് ഇത് ഇത്രയും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആയതിനാൽ ഇതെന്തായാലും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇത് ചെയ്യണം. ഇത് പറയപ്പെടുന്ന ഇലക്ഷൻ വരുന്നതിനോ അങ്ങനെ നേരത്തെ പലരും പറയുന്നത് പോലെ ഇലക്ഷൻ വരുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ബോർഡും കൊണ്ടുവച്ച് ഫ്ലെക്സും കൊണ്ടുവച്ചിട്ട് ചില അഭിവാദനങ്ങളും ഒക്കെ അർപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നടക്കുന്നത്. അത് നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്ഥിതിവിശേഷം ഇനിയെങ്കിലും മാറണം. നമ്മുടെ ഈ പറയപ്പെടുന്ന റോഡിൻ്റെ വികസനം, അല്ലെങ്കിൽ നാടിൻ്റെ വികസനം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്ര ദുരിതം ബുദ്ധിമുട്ടിതാ. ഒരു യാത്രയ്ക്ക് പോകണമെങ്കിൽ 2 ജോഡി ഡ്രസ്സ് വേണം. ഒന്ന് പോകുന്ന വഴിക്കും, ഒന്ന് ഈ റോഡ് കടന്നു പോകണമെങ്കിൽ. പിന്നെ കുട്ടനാട്ടിലെ പോലെ കൊച്ചു വള്ളമല്ല ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതാണ്. അത് ആദ്യം പോകുമ്പോൾ എന്തായാലും വീഴും. പുതിയൊരു ഇപ്പം ആ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു കേട്ടോ, ഞാൻ ഈ വിടുത്തുകാരനല്ലെന്ന്. അയാൾ നാളെ ഇനി ഇതേക്കൂടെ വരുത്തുന്നതേ ഉള്ളൂ. തടയാനാണെങ്കിൽ ഞങ്ങൾക്ക് തടയാം. പക്ഷേ അതിന് ഇന്ത്യ രണ്ടൊന്നും അറിയിട്ട് ഇതിന് തീരുമാനിക്കാം. റോഡ് സഞ്ചാരയോഗ്യമാക്കണം. ആക്കണം, അത്രയേ ഉള്ളൂ. എന്ന് തീരും ഞങ്ങളുടെ ഈ യാത്രാ ദുരിതം എന്നാണ് ഈ ഗ്രാമവാസികൾ ആവശ്യപ്പെടുന്നത്. നിരവധി നിവേദനങ്ങൾ നൽകി ഇവർ കാത്തിരിക്കുകയാണ്. സഞ്ചാരയോഗ്യമായ ഒരു വഴിയാണ് ഇവരുടെ സ്വപ്നം. ഇനിയെങ്കിലും അധികൃതർ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കരുത്. അടിയന്തരമായിട്ട് ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. ഞാനെൻ്റെ ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.